ഗുഡ് മോർണിംഗ് ഗായ്സ്. ഒരു നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. എൻ്റെ പേര് നിഷാദ്. നിഷാദ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 4:56 സമയം കണ്ടായിരുന്നു. 4:56 ഇന്ന് എൻ്റെ പുതിയൊരു ദിവസം തുടങ്ങുകയാണ്. ഇന്ന് സൗദി അറേബ്യയിൽ ഞാൻ റിയാദിലാണുള്ളത്. ഇന്ന് പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീറ്റ് പല്ല് തേച്ചു റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി 2 വണ്ടിയുണ്ട്. ഒന്ന് ഞാൻ ഓടിക്കുന്ന വണ്ടിയും ഒന്ന് എൻ്റെ കഫീലിൻ്റെ വണ്ടിയും. അത് കഴുകണം, ക്ലീനാക്കണം, കുളിച്ച് റെഡിയാവണം, സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കണം. അത് നമുക്ക് തുറന്ന് കാണാം. ഇതാണ് റൂം തുറന്ന് പുറത്തിറങ്ങുമ്പോൾ ഉള്ള എൻ്റെ വീടിൻ്റെ കാഴ്ച. വില്ലയാണ്. ഇതാണ് ഞാൻ ഓടിക്കുന്ന വണ്ടി. അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന കഫീലിൻ്റെ വണ്ടി കിടക്കുന്നത്. ഈ 2 വണ്ടിയും എനിക്കിപ്പോൾ കഴുകാൻ പോകണം. ഇപ്പോൾ ഇറങ്ങിയാൽ സ്കൂൾ ടൈമിന് മുമ്പ് അത് കഴുകിയെല്ലാം ക്ലിയറായി എനിക്ക് കുളിച്ച് റെഡിയാകാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ റൂമിന് വെളിയിലുള്ള ഇറങ്ങിയ പുറത്ത് കാണുന്ന കാഴ്ചകൾ. ഇത് തൊട്ടപ്പുറത്തെ വീടിൻ്റെ ഡ്രൈവറിൻ്റെ റൂമാണ്. അവിടെ നിലവിൽ ഇപ്പോൾ ആരും വന്നിട്ടില്ല. ഇതൊരു പുതിയൊരു ഏരിയയാണ്. വില്ലകളാണ്. വീടിൻ്റെ പുറത്ത്, റൂമിന് പുറത്ത് ഇങ്ങനെ ചെടികൾ ഇങ്ങനെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലൊരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നൊരു വില്ലയാണ്. ബാക്കി കാഴ്ചകൾ നമുക്ക് തുറന്ന് കാണാം. അങ്ങനെ വണ്ടി കഴുകാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് മലയാളിയുടെ വണ്ടി. ഇത് എൻ്റെ വണ്ടി, ഞാൻ ഓടിക്കുന്ന വണ്ടി. ബെൻസ്.
അപ്പോൾ ഗൈസ് ഇനി നമുക്ക് വണ്ടി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ബായ്. അപ്പോൾ ഗൈസ് അങ്ങനെ 2 വണ്ടിയും കഴുകി കുട്ടപ്പനാക്കി. ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ കുളിച്ച് റെഡിയാകാൻ വേണ്ടിയിട്ട്. ഇനി റെഡിയാകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ടൈം 5:55 ആകാൻ പോകുന്നു. കറക്റ്റ് 1 മണിക്കൂർ എടുത്തു വണ്ടി കഴുകിയെടുക്കാൻ. ഇനി കുളിച്ച് റെഡിയാവുക, അതാണ് അടുത്ത. നമസ്കാരം ഗൈസ്. ഇന്ന് ഓഗസ്റ്റ് 18 ഞായറാഴ്ച 2024. ഇന്ന് സ്കൂൾ ഓപ്പൺ ആകും എന്നാണ് കരുതിയത്. പക്ഷേ ഇന്ന് കുട്ടികളെന്തോ സ്കൂളിൽ പോകുന്നില്ലെന്ന് തോന്നുന്നു. ഞാൻ രാവിലെ എണീറ്റ് വണ്ടിയെല്ലാം കഴുകിയെല്ലാം റെഡിയാക്കി ഞാനും കുളിച്ച് റെഡിയായിരുന്നു. ഇപ്പോൾ മേഡം പറഞ്ഞു ഓഫീസിൽ പോകുന്നു, അതിന് വേണ്ടിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടിയിലിരിക്കുക, AC ഒക്കെ ഇട്ട് റെഡിയാക്കിയിരിക്കുക, കൂളാക്കി ഇരിക്കുകയാണ്. ഇപ്പോൾ സമയം 8:10, 8:15 ആകാൻ പോകുന്നു. ഇതാണ് നമ്മുടെ കാറിൻ്റെ ഇൻറ്റീരിയർ. ഇനി ഏത് നിമിഷവും മേഡം വന്ന് വണ്ടിയിൽ കയറാം. പിന്നെ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഇനി നമുക്കിനി അടുത്ത വീഡിയോയിലോട്ട് വരാൻ പറ്റുള്ളൂ. മേഡം വണ്ടിയിലിരിക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും കഴിയില്ല. ഓക്കെ ഗായ്സ്, ഇനി അടുത്ത മേഡത്തിനെ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് കാണാം. ഓക്കെ ബായ്. അപ്പോൾ ഗായ്സ് അങ്ങനെ മേഡത്തിനെ കൊണ്ട് ഓഫീസിൽ കൊണ്ട് വിട്ടു. തിരിച്ച് ഞാൻ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലോട്ടല്ല, ഏറ്റവും ഇളയ കൊച്ചിനെ ഡേ കെയറിൽ കൊണ്ടുവിട്ടിരിക്കുന്നു. കഫയിൽ കൊച്ചിനെ തിരിച്ച് വിളിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിൽക്കാൻ പറഞ്ഞു. വേലക്കാരി കൊണ്ട് കൂടെ. ചിലപ്പോൾ വേലക്കാരി എടുത്ത് വീട്ടിൽ കൊണ്ടാക്കണം, ചിലപ്പം കൊച്ചിനെ വേലക്കാരി ഒരുമിച്ച് എടുത്ത് വീട്ടിൽ കൊണ്ടാക്കാനായിരിക്കാം. അവിടെ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ സ്കൂൾ സ്റ്റാർട്ടായി എന്ന് പറഞ്ഞത് കൊച്ചു കുട്ടികൾക്ക് മാത്രം, ഇളയ 2 കുട്ടികൾക്ക് മാത്രം. മുതിർന്ന കുട്ടികൾക്ക് 2 പേർക്ക് സെപ്റ്റംബറിലേ സ്റ്റാർട്ടാവുള്ളൂ. ഓക്കെ ഗായ്സ്, അങ്ങനെ മേഡത്തിനെ ഓഫീസിൽ കൊണ്ട് വിട്ടു. ഇനി തുടർന്ന് നമുക്ക് കാണാം. ഇത് ഒലയ സ്ട്രീറ്റാണ്. ഒലയ സ്ട്രീറ്റിലാണ് മേഡത്തിൻ്റെ ഓഫീസ് ഉള്ളത്. പിന്നെ ഇവിടുന്ന് എക്സിറ്റ് 5 പോകണം. സൽമാൻ ഹൈവേയുടെയും അബ്ദുൽ അസീസ് റോഡിൻ്റെയും ഇടയിലായിട്ടാണ് ഡേ കെയർ ഉള്ളത്. അവിടെ പോയി കൊച്ചിനെ വിളിക്കണം. അത് കഴിഞ്ഞിട്ട് കൊച്ചോ അല്ലെങ്കിൽ വേലക്കാരിയോ ആരെങ്കിലും ഒരാൾ വരും, വീട്ടിൽ കൊണ്ടുവിടണം. അടുത്ത കൊച്ചിൻ്റെ ട്രിപ്പുണ്ട്. വേലക്കാരിയാണ് വരുന്നതെങ്കിൽ വേലക്കാരി തിരിച്ച് കൊണ്ട് ആക്കിയിട്ട് പിന്നെ റിട്ടേൺ, അത് കുറച്ച് സമയം കഴിഞ്ഞ് വേലക്കാരി എടുത്ത് വീണ്ടും തിരിച്ച് അതേ സ്കൂളിൽ വന്ന് ഡേ കെയറിൽ വന്ന് കൊച്ചിൻ്റെ അടുത്ത് വീണ്ടും തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കണം. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത കൊച്ചിനെ ഓട്ടിസം സെൻറ്ററിലേക്ക് കൊണ്ടുപോകാൻ. ഇളയ മോന് ഒരു ഓട്ടിസമാണ്. ഒരു കൊച്ചിനേ ഉള്ളൂ. ആ കൊച്ചിനെ ഓട്ടിസം സെൻറ്ററിൽ കൊണ്ടുവിടണം. അതാണ് ഇനി അടുത്ത ഡ്യൂട്ടി. ഫഹദ് റോഡ് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ റോഡിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഫഹദിൽ കയറി നേരെ ഇപ്പോൾ ഇനി അനസ് ബിൻ മലിക് റോഡ് കയറി അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് നേരെ അബ്ദുൽ അസീസ് സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ ഡേ കെയറിലോട്ട് ചെന്നെത്താൻ പറ്റും. ഇനി ഒരു 2 കിലോമീറ്റർ കഴിയുമ്പോൾ അനസ് ബിൻ മലിക് റോഡ് എത്തും. അവിടെ നിന്ന് എക്സിറ്റ് എടുത്ത് നേരെ അടുത്ത നമ്മുടെ സിഗ്നൽ കിങ് അബ്ദുൽ അസീസ് റോഡ്, സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ്, അതാണ് നമ്മുടെ റൂട്ട്. അങ്ങനെ അനസ് ബിൻ മലിക് റോഡിലോട്ട് വന്ന് കയറി. ഇതിവിടെ അനസ് ബിൻ മലിക് റോഡിൽ പുതുതായിട്ട് വരുന്ന സുലൈമാൻ ഹബീബ് ഹോസ്പിറ്റലിൻ്റെ ബിൽഡിങ്ങാണ്. പണിയെല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. അത് മേളിൽ കാണുന്നത് മെട്രോയാണ്. നമ്മുടെ റെയിൽ മെട്രോ
അതിതുവരെ ആൾക്കാരെ കയറ്റി ഓടി തുടങ്ങിയില്ല എന്നാണ് അറിവ്. ഇങ്ങനെ ചുമ്മാ കിടന്ന് ഓടണതാണ് എല്ലാ സ്ഥലത്തോട്ടും. റിയാദ് സിറ്റിക്കകത്തുണ്ട്. നമ്മുടെ സിഗ്നൽ ഗ്രീനായി കഴിഞ്ഞ് അടുത്ത സിഗ്നൽ, തൊട്ടടുത്ത സിഗ്നൽ അബ്ദുൽ അസീസ് സിഗ്നൽ. അടുത്ത് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കിങ് അബ്ദുൽ അസീസ് റോഡിൻ്റെ സിഗ്നലിലോട്ടാണ്. ആ സൈഡിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അബ്ദുൽ അസീസ് റോഡ്, ലോക്കൽ റോഡ് നേരെ പിടിച്ച് പോയി കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ കൊച്ചിൻ്റെ ഡേ കെയറിലോട്ട് എത്തിപ്പെടാൻ പറ്റും. ഇവിടെ ഒരു 5 റിയാൽ കടയുണ്ട് ഈ സിഗ്നലിൻ്റെ. എൻ്റെ ലെഫ്റ്റ് സൈഡിലും ഉണ്ട് 5 റിയാൽ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 5 റിയാൽ കട. 5 റിയാൽ എന്ന് പറയുന്നു, ടാക്സും കൂടി ചേർത്ത് 5.75. ഏതെടുത്താലും 5.75. പറ്റുമെങ്കിൽ പോകുന്ന വഴിയിൽ ബൂഫിയിൽ ഇറങ്ങി എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് പോകണം. ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള സമയം കാണുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ അബ്ദുൽ അസീസ് സിഗ്നലിൽ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ സിഗ്നൽ ഓണായി കഴിഞ്ഞ് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് സൽമാൻ ഹൈവേയുടെ സിഗ്നലിലോട്ട്. അവിടെ ഒരു സിഗ്നലുണ്ട്, അവിടെ ചെന്ന് പോകും. അതിന് മുമ്പായിട്ട് നമുക്ക് റൈറ്റ് എക്സിറ്റ് എടുത്ത് അടുത്ത് റൈറ്റ് എടുക്കുമ്പോഴത്തേക്കും നമ്മളെ കൊച്ചിൻ്റെ കിൻഡർ ഗാർഡൻ സ്കൂളെത്തി. അപ്പോൾ ഗൈസ്, കൊച്ചിനെടുക്കാൻ വേണ്ടി വരുന്ന വഴിയിൽ ഇതാ കഫീലിൻ്റെ ഉമ്മ അക്കൗണ്ടിൽ പൈസ അയച്ചിട്ട് പറഞ്ഞിരിക്കുക വലിക്കാനുള്ളത് വാങ്ങിച്ചു കൊണ്ടെടുക്കാൻ. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്തായിരുന്നാലും അവർ വലിച്ച് ശീലിച്ചവരാണ്, അവർക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അത് വാങ്ങാനായിട്ട് തൊട്ടടുത്തുള്ളൊരു തമീമിയിൽ ഇറങ്ങി വാങ്ങിയിട്ട് വന്നാൽ കാണാം. ഇതാണ് തമീമി. ഈ റോഡ് ക്രോസ് ചെയ്യണം, അതാണ് ഒരു ചടങ്ങ്. അങ്ങനെ തമീമി പോയി 2 പാക്കറ്റ് സിഗരറ്റും മേടിച്ച് നമ്മളാ വണ്ടി എടുത്തെത്തി. ഇനി വണ്ടി തുറന്ന് അകത്ത് കയറാൻ പോവുക. ഇതാണ് ഇത് ലൈൻ ബസ്, നമ്മുടെ സൗദിയിലത്തെ ലൈൻ ബസ്സിൻ്റെ സ്റ്റേഷനാണ്. AC ഇതാണ് വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ഏരിയ. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വരണമെങ്കിൽ ഇനി എത്രയോ വർഷങ്ങളെടുക്കണം. ഇങ്ങനെ ഒന്ന് വണ്ടി എടുത്തു. പാർക്കിങ്ങിൽ നിന്നൊക്കെ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് മൊബൈൽ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ നമ്മളെ അശ്രദ്ധ കാരണം വണ്ടി തട്ടാനും മുട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വീഡിയോ കണ്ടിന്യൂ ചെയ്ത സമയം. പാർക്കിങ്ങിന് വണ്ടി എടുത്തു. അബ്ദുൽ അസീസ് റോഡിൽ ലോക്കൽ റോഡ് വഴി ഇങ്ങനെ പോവുകയാണ്. അബ്ദുൽ അസീസ് മെയിൻ റോഡ് അപ്പുറത്ത്, ആ ഡിവൈഡിനപ്പുറത്താണ് എവിടെ ഇരിക്കുന്നത്. ഇവിടെ ഒരു പുതിയൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയാണ് ഈ ക്രെയിൻ കാണുന്നത്. ഓഫീസ് ഏരിയകളൊക്കെയാണ്. അടുത്തൊരു മെട്രോ ബസ്സിൻ്റെ അതിൻ്റെ ഒരു വെയിറ്റിംഗ് ഏരിയ തൊട്ടടുത്ത് നമുക്ക് റൈറ്റ് തിരിയേണ്ടത്. ഇവിടെ നമുക്ക് റൈറ്റ് തിരിയുമ്പോൾ കൊച്ചിൻ്റെ സ്കൂളായി. അൽ ഫൈസൽ ഇൻ്റർനാഷണൽ അക്കാഡമി. ഇത് അൽ ഫൈസൽ ഇൻ്റർനാഷണൽ അക്കാഡമി. എൻ്റെ കഫീലിൻ്റെ പേരും ഫൈസൽ എന്നാണ്. നമ്മളെ കൊച്ചിനെ വിളിക്കാൻ പോകുന്ന സ്ഥലത്ത് നല്ല തിരക്കാണ്. അങ്ങോട്ട് വണ്ടി കയറാൻ വേണ്ടിയിട്ട് ലൈനിൽ റോഡിൽ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി വിലക്കേറിയ മോഡിൽ വിളിച്ച് വെളിയിൽ ഇറക്കാനുള്ള പരിപാടി നോക്കട്ടെ. അങ്ങനെ 11:20 ചെറുക്കനെയും കൊണ്ട് അടുത്ത് ഓട്ടിസം സെൻറ്ററിലോട്ട് പോകാൻ വേണ്ടി പോകുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു. അതിനും വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് എടുക്കാത്തത്. കൊച്ചു കുട്ടിയെ എടുത്ത് വീട്ടിൽ കൊണ്ടാക്കി അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് സാധനം മേടിക്കാൻ പോയി. വീട്ടിലത്തേക്ക് പകുതി വീട്ടിൽ ഈ സാധനം മേടിച്ചിട്ട് വന്നു. അതിന് ശേഷം ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തിന്നിട്ട് അടുത്ത
ചെറുക്കനെ കൊണ്ട് ഓട്ടിസം സെൻറ്ററിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടിക്കകത്തിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ചെറുക്കനെയും കൊണ്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ ഏരിയ, വീടിൻ്റെ ഏരിയ. ചെറുക്കൻ മാത്രമേ ഉള്ളൂ വണ്ടിയിൽ, അതുകൊണ്ടാണ് ഈ വീടെടുക്കാൻ പറ്റുന്നത്. ഇത് എയർപോർട്ട്, റിയാദ് എയർപോർട്ടിനടുത്തായിട്ടാണ്. എൻ്റെ വീട്ടിൽ നിന്ന് റിയാദ് എയർപോർട്ട് ടെർമിനലിലോട്ട് എത്താൻ വേണ്ടിയിട്ട് വെറും 10 കിലോമീറ്റർ. അത്രയ്ക്കും അടുത്താണ് എൻ്റെ കഫീലിൻ്റെ വീട്. ഇവിടെ ഒരു പള്ളി, ഇതാണ് ഇത് പുതിയൊരു പള്ളിയാണ്. അത് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല, പണികൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് പുതിയ പുതിയ വില്ലകളാണ്. അത് പണി നടന്നുകൊണ്ടിരിക്കുന്നതിന് ഒന്നും പൂർത്തിയായിട്ടില്ല. നമ്മൾ പണി പൂർത്തിയായ ഒരു സെക്ഷനിലാണ് നമ്മൾ താമസിക്കുന്നത്, എൻ്റെ കഫീൽ താമസിക്കുന്നത്. ഇതിവിടെ ഒരു ഓഫീസുകളാണ്, ഓഫീസ് പല സൈഡിനകത്ത്. എന്തായിരുന്നാലും ഓട്ടിസം സെൻ്ററിലെത്തിയിട്ട് നമുക്ക് കാണാം. ഞാൻ ഒന്ന് ശകലം താമസിച്ചു പോയി. കഴിഞ്ഞു. ചെറുപ്പന് 12 മണിക്ക് അവിടെ കൊണ്ട് എത്തിക്കണം. ഇപ്പോൾ ലൊക്കേഷൻ നോക്കിയപ്പോഴത്തേക്കും 12:05 എത്തും. പോകുന്ന വഴി ഇവിടെ നിന്ന് ഇറങ്ങി നൗറ കോളേജിൻ്റെ ഓപ്പോസിറ്റ് ആണ് എൻ്റെ വീട്. ആ പാലത്തിൻ്റെ മേളിൽ കൂടെ യൂട്ടേൺ അടിച്ച് നേരെ പോയി റിംഗ് റോഡ്, ദമാം മക്ക റോഡ്, അതിലേക്ക് കയറിയിട്ട് ഈസ്റ്റേൺ റിംഗ് റോഡ്. ആ റിംഗ് റോഡ് കയറി നേരെ ചെന്ന് എക്സിറ്റ് 4 ഇറങ്ങി കിങ് ഫാദർ റോഡ് ലെഫ്റ്റ് എടുത്ത് നേരെ പോയിട്ടാണ് ഈ ഓട്ടിസം സെൻറ്ററിലോട്ട് പോകുന്നത്. ഫാദർ റോഡ് ലാസ്റ്റ് പോകും. ഞാൻ അവിടെ ചെന്നിട്ട് വീഡിയോ ഇടാം. ഓക്കെ, കിങ് സൗദ് റോഡ് കയറി ഫാദർ റോഡിൽ നിന്ന് നേരെ എക്സിറ്റ് ഇറങ്ങി കിങ് സൗദ് റോഡ് വഴി. ഇത് റോഡിൽ നിന്ന് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ടക്കാസൂസി റോഡ്, ലെഫ്റ്റ് എടുക്കണം. നമ്മൾ റൈറ്റ് സൈഡിൽ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഓഫീസൊക്കെ വരുന്നുണ്ട്. ആ ഒരു സിഗ്നൽ കഴിഞ്ഞ് നേരെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഒരു വളവ് കഴിഞ്ഞ് റൈറ്റ് എടുക്കുമ്പോഴത്തേക്കും ഷുമൈസി ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയിലാണ് ഈ ഓട്ടിസം സെൻ്റർ ഉള്ളത്. ഇവിടെ നിന്ന് ഈ സിഗ്നൽ, ഫ്രണ്ടിൽ കാണുന്ന സിഗ്നൽ ലെഫ്റ്റ്, ആണ് ടക്കാസൂസി റോഡ്. ഈ വല സൈഡ് കാണുന്നതാണ് ഓട്ടിസം സെൻറ്റർ. ഇതിൻ്റെ ഫസ്റ്റ് മെയിൻ ഗേറ്റിലാണ് കൊണ്ടുവിടേണ്ടത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് ഒക്കെ കറങ്ങി പോകുന്നത്. ഈ ഫ്രണ്ട്, ഈ ഫസ്റ്റ് റൈറ്റ് എടുത്ത് വീടിൻ്റെ അടുത്ത് മെയിൻ റോഡ് വരും. മെയിൻ റോഡിൽ നിന്ന് വീണ്ടും റൈറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അവിടെ എത്തും. അവിടെയാണ് ഈ കുട്ടിയെ കൊണ്ടുവിടേണ്ടത്. ഒരു ഡബിൾ റോഡ് വരുന്നുണ്ട്. ഇവിടെ നിന്ന് റൈറ്റ്, ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകാൻ പറ്റില്ല, 1 വേ ആണ്, റൈറ്റ്. അപ്പോൾ ഫ്രണ്ടിലൊരു പാലം കാണുന്നുണ്ടോ സിഗ്നൽ? ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ കയറി ഇറങ്ങിയാണ് ഞാൻ വന്നത്. ഇതെല്ലാം വലത് സൈഡിൽ കാണുന്ന എല്ലാം ഓട്ടിസം സെൻ്ററാണ്. ഇവിടെ എന്തോ മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്. ഇതാണ് എൻട്രൻസ്. ഒരു കറുത്ത കിയ കയറി പോകുന്നില്ലേ, കണ്ടില്ല? ഇതാണ് ഓട്ടിസം സെൻ്റർ. ഇവിടെയാണ് ആ ചെറുക്കനെ കൊണ്ടുവിടാൻ വേണ്ടി വന്നത്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഇനി ചെറുക്കനെ അകത്ത് കൊണ്ട് വിട്ടിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അതില്ല ഞാൻ 12 മണിക്ക് ചെറുക്കനെ കൊണ്ട് വിട്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇനി വീട്ടിലോട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു. സാധാരണ വീട്ടിലാണ് പോകുന്നത്. ചില ദിവസങ്ങളിൽ മേഡത്തിൻ്റെ ഓഫീസിലോട്ട് പോവും. പിന്നെ ഇതിപ്പോൾ മേഡം പറഞ്ഞ് വീട്ടിലോട്ട് തന്നെ പോകാൻ വേണ്ടി പറഞ്ഞു. ഇത് വോയിസ് ഓവർ കൊടുക്കാൻ കാരണം ഞാൻ ആ ബോർഡ് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അതിൽ AC-യുടെ വിൻഡിൻ്റെ ശബ്ദം ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിന് വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.
പിന്നെ പെട്രോള് റിസർവായി. ഇനി കുറച്ച് ദൂരങ്ങൾ ഓടാനുണ്ട്. ഇതിപ്പോൾ റിസർവായി കഴിഞ്ഞാൽ 170 റിയാലിനാണ് സ്ഥിരം അടിക്കുന്നത് പെട്രോൾ. 170 റിയാലിന് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസം വണ്ടി ഓടാൻ കിട്ടും. ഓട്ടത്തിനനുസരിച്ചിരിക്കും. ചില ദിവസങ്ങളിൽ നല്ല ഓട്ടം കാണും, ചില ദിവസങ്ങളിൽ ഓട്ടം കുറവായിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും നമ്മളിവിടെ നിന്ന് ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഓട്ടീസ് സെൻറ്ററിൽ നിന്ന് നമ്മൾ ഇറങ്ങി സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത്, ഞാൻ പറഞ്ഞില്ല രാവിലെ പോയ പാലത്തിൻ്റെ മേളിൽ കൂടെ പോയെന്ന് പറഞ്ഞില്ലേ, ആ പാലത്തിൻ്റെ അടിയിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ വന്ന് തെക്കാസൂസി റോഡ്. ഈ റോഡ് സ്ട്രൈറ്റ്, തെക്കാസൂസി റോഡ് സ്ട്രൈറ്റ് വെച്ച് പിടിച്ച് പോയി കഴിഞ്ഞാൽ ഇത് കണക്റ്റഡ് ആകുന്നത് തുമാമ റോഡുമായിട്ടാണ്. തുമാമ റോഡുമായിട്ട് നേരെ കണക്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ തുമാമ റോഡ് നേരെ പോകുമ്പോഴത്തേക്ക് നമുക്ക് എയർപോർട്ട് എക്സിറ്റ് കിട്ടും വീടിനടുത്ത്. ആ എക്സിറ്റ് റൗണ്ട് കറങ്ങി കയറി നേരെ പോയി കഴിഞ്ഞാൽ എയർപോർട്ട് റോഡ് കയറി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലോട്ട് പോകാനുള്ള പോകും. ഞാൻ തിരിച്ചു പോകുമ്പം വീട്ടിലോട്ടാണെങ്കിൽ ഈ റൂട്ടാണ് പോകുന്നത്. അപ്പോൾ മാഡം തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ ഇപ്പം നിലവിൽ തുമാമ റോഡിലാണ് ഉള്ളത്, തുമാമ തെക്കാസൂസി റോഡിൽ. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ കാണണ്ടേ, 47 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. അങ്ങനെ പെട്രോൾ അടിച്ചു. 170 റിയാലിന് അടിച്ചാൽ ഫുള്ളാണ്, പക്ഷേ ഇന്ന് 140 അടിച്ചുള്ളൂ. കാരണം കഫീൽ രാവിലെ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പൈസ അയച്ചു വന്നപ്പോഴത്തേക്ക് റൗണ്ടാക്കി 200 അയച്ചു. 60 റിയാലിന് സാധനം മേടിച്ചു. 140 റിയാലേ ക്യാഷ് ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് പെട്രോൾ അടിച്ചു. ഇപ്പോൾ നമ്മൾ പോകുന്നത് തെക്കാസൂസി തുമാമ റോഡ്. തുമാമ റോഡ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ട് എക്സിറ്റ് കിട്ടും. എയർപോർട്ട് എക്സിറ്റ് വഴി ഇറങ്ങി പോകാം. എയർപോർട്ട് എക്സിറ്റ് എത്താറായപ്പോൾ ഭയങ്കര ട്രാഫിക്. എന്തെങ്കിലും ആക്സിഡൻറ്റ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ട്രാഫിക് കൂടുതലും വരുന്നത് ഈ ഭാഗത്ത്. എന്തായാലും ട്രാഫിക്കാണ്. ട്രാക്കിൻ്റെ റോഡ് പിന്നെ 4-5 ട്രാക്കായിട്ടൊക്കെ വണ്ടിയിടും ട്രാഫിക്കായി കഴിഞ്ഞു. എത്ര സമയം എടുക്കുമെന്നറിയില്ല. ഇത്രയും നേരം വരുന്ന റോഡിലൊന്നും വലിയ തിരക്കില്ലായിരുന്നു, ഇപ്പോഴാണ് തിരക്കാണ്. വണ്ടി ഇതോടെ ഇടിച്ച് തിരിഞ്ഞ് കിടണം മറന്ന് കിടക്കുന്നു. തിരിഞ്ഞ് കിടന്നു, ഇടിച്ച് തിരിഞ്ഞ് കിടന്നു. ഞാനിവിടെ ഇത്രയും ബ്ലോക്കാണെന്ന് കാണാം. ഈ ബസ് പോയാലേ കാണാൻ പറ്റും. ബസ് ഒരു വേറൊരു ബസ്സിൻ്റെ പുറകിൽ വന്ന് ഇടിച്ച് തിരിഞ്ഞ് കിടന്നു. വേറൊരു വണ്ടി അവിടെ ഇടിച്ച് മേളിൻ്റെ പേരിൽ പിന്നെ 4 വണ്ടി. കണ്ടത് 4 വണ്ടി കുറച്ച് മുമ്പ് വളരെ ബെഞ്ചുമൊന്നും വന്നില്ല, ഇൻഷുറൻസ് വണ്ടിയൊന്നും വന്നിട്ടില്ല. അത് ഏതാണ്ട് എനിക്ക് 5-10 മിനിറ്റ് ആവേ ഉള്ളൂ ഇവിടെ ആക്സിഡൻറ്റ് നടന്നിട്ട്. അതാണ് പെട്ടെന്ന് ട്രാഫിക് ആയത്. നോർമലി ഓടിക്കൊണ്ടിരുന്ന വണ്ടി പെട്ടെന്ന് ട്രാഫിക് ആയത്. ഏതോ ഒരു വണ്ടി കൊണ്ടുവന്ന് പുറകിലിടിച്ചു. ഒരു കാറുകാരൻ കൊണ്ടുവന്ന് ബസ്സിൻ്റെ പുറകിലിടിച്ചു. വേറെ 2 വണ്ടികൾ തമ്മിലിടിച്ചു. അങ്ങനെ വലിയൊരു വിഷയമായിട്ട് അവിടെ കിടക്കണം. ട്രാഫിക് ഒറ്റ ലൈന് മാത്രമേ ആ ഭാഗത്ത് പാസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ബാക്കി 2 ലൈനിൽ വണ്ടി ഇടിച്ച് കിടക്കും. അതുകൊണ്ടാണ് അത് നമ്മളെ എയർപോർട്ട് എക്സിറ്റായി. ഇവിടെ നടത്ത് റൈറ്റ് തിരിഞ്ഞ് ഇപ്പം കഴിഞ്ഞൊരു പാലം കണ്ടില്ല ഞങ്ങൾ, പാലത്തിൻ്റെ അടിയിൽ കൂടെ ഞാൻ വന്നു. ആ പാലത്തിൻ്റെ മേളിൽ കൂടെ കറങ്ങി തിരിഞ്ഞ് വരും. ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് നേരെ എയർപോർട്ട് റോഡിലോട്ടാണ് ചെന്ന് കയറുന്നത്. ഈ റോഡ് നേരെ ചെന്ന് കയറി ആ പാലത്തിൻ്റെ മേളിൽ കയറിയിട്ട് പാലത്തിൽ നിന്ന് കയറി ഇറങ്ങി മുന്നേ വരുമ്പോൾ തന്നെ അടുത്ത് ഇതായി എക്സിറ്റ് കിട്ടും. അത് നൗറ കോളേജിൻ്റെ എക്സിറ്റ്. ആ എക്സിറ്റാണ് ഇറങ്ങിപ്പോയത്. ഇവിടെ റീഡേഴ്സ് ഉണ്ട്, വലിയൊരു പള്ളി. ഇവിടെ പള്ളികൾ ഇഷ്ടംപോലെ ഉണ്ട്. പല മോഡലിൽ പല തരത്തിൽ പള്ളികളുണ്ട്. നേരെ വേറൊരു വേണ്ടത് ഒരു പള്ളി കൂടെ കാണാം. മേളിലത് കാണുന്നത് മെട്രോ
മെട്രോ ലൈനിൻ്റെ ഇതാണ് നല്ലതാണ്. നോറ കോളേജിനകത്തൂടെ പോകുന്നത്. അതൊക്കെ എത്തി യാത്ര തുടങ്ങിയെങ്കിൽ ഒരുപാട് തിരക്ക് കുറഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ എയർപോർട്ട് റോഡിലോട്ട് കയറി ഇനി ഒരു 5 മിനിറ്റ് കൊണ്ട് വീടെത്തും. അങ്ങനെ നൗറ കോളേജിൻ്റെ എക്സിറ്റ് കയറി മേളിലൊരു ഫ്ലൈറ്റ് പോകുന്ന ആർക്കെങ്കിലും കാണാമോ? ഫ്ലൈറ്റ് പറന്ന് ലാൻഡിങ്ങിന് പോകുന്നുണ്ട്, പക്ഷേ സൂം ചെയ്യാൻ പറ്റുന്നില്ല. ഇത് നേരെ വലേ സൈഡിൽ സാസ്കോ പോകും പെട്രോൾ പമ്പിലാണ്. ആ പമ്പും കഴിഞ്ഞ് ഒരു 2 കിലോമീറ്റർ, ഒരു 1.5 കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും റൈറ്റിലോട്ട് എക്സിറ്റ് ചെയ്തിട്ടും ആ എക്സിറ്റാണ് നമ്മുടെ വീട്ടിലോട്ട് എൻട്രൻസ്. റോഷനില്ല. ഇതാണ് പെട്രോൾ പമ്പ്, സാസ്കോ പെട്രോൾ പമ്പ്. ബോർഡ് കണ്ടോ? എയർപോർട്ട്, പ്രിൻസസ് നൗറ യൂണിവേഴ്സിറ്റി ലെഫ്റ്റ്, എയർപോർട്ട് നേരെ. സ്പീഡ് ഫുള്ളാണ്. ഞാൻ പോകുന്നത് ഇപ്പോൾ 80-ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 46 ഡിഗ്രി ഉണ്ട് ഇപ്പോൾ എൻ്റെ വീടിന് ചൂട് ടെമ്പറേച്ചർ. അവിടുത്തെ റോഡിലൂടെ തിരിയാൻ വേണ്ടി പോവാം. ഇവിടെ നിന്നാണ് നമുക്ക് റൈറ്റ് തിരിഞ്ഞ് പോകാൻ എൻ്റെ വീട്ടിൽ. ആ കാണുന്ന ബോർഡ് ഇവിടുത്തെ ഓഫീസ് എൻട്രൻസിൻ്റെ ഒക്കെ നമ്പറാണ്. രാവിലെ കാണിച്ചില്ലേ പള്ളി പണി ഇതുവരെ കഴിഞ്ഞില്ല, പൂർത്തിയായിട്ടുള്ളത്. ആ പള്ളിയാണ് നേരെ കാണുന്നത്. ഹൈവേ നിന്ന് ഡോക്ടറിൻ്റെ അവിടെ ഇറങ്ങി നേരെ വന്ന് ബിൽഡിങ്ങിന് കയറുമ്പോഴത്തേക്ക് ഇവിടെ ഉണ്ട്. ഈ റൗണ്ട് അബൌട്ട് നേരെ കയറി പോകുന്നതാണ് എൻ്റെ വീട്ടിലേക്കുള്ള എൻട്രൻസ്. ഒരു മേളിലൊരു ഫ്ലൈറ്റ് പോകും, ലാൻഡിങ്ങിന് പോകുന്നത് ഫ്ലൈഡിങ്. ഇവിടെ ഡെയിലി ഇങ്ങനെ ഫ്ലൈറ്റിൽ ഇങ്ങനെ ലാൻഡിങ്ങിന് പോകുന്നത് കാണാം, ശബ്ദവും കേൾക്കും, മുഴക്കം. ഇവിടെ ട്രിവാൻഡ്രത്ത് ബംഗ്ലാദേശ് കോളനിയില്ലേ, അതിൻ്റെ അടുത്ത് താമസിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ശബ്ദം കേൾക്കുന്നത്. തൊട്ടടുത്തല്ല എയർപോർട്ട്, റൺവേ. അതിന് അത്രയും തൊട്ടടുത്തല്ല റൺവേ, എന്നിരുന്നാലും ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴ്ന്ന് കടന്ന് പോകുന്നതാണ്. ലാൻഡിങ്ങിന് സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്ത് നിന്ന് താഴ്ന്ന് പോകുന്ന ഏരിയയാണ് നമ്മുടെ വീട്ടിലേക്ക് ഏരിയ. ഈ സെദ്രയുടെ ഒരു പുതിയൊരു സ്കൂള് വരാൻ പോകുന്നു, ഇത് ഓപ്പൺ ആയിട്ടില്ല, എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ ഏരിയ അല്ലേ. ഇവിടെ മുമ്പ് ഇവിടെ ഒരു ലോണ്ട്രി, ATM കൗണ്ടർ, NCBയുടെ ഒരു ATM കൗണ്ടർ ഉണ്ടായിരുന്നു, ഒരു ദവ ഫാർമസി ഉണ്ടായിരുന്നു, തമേമി എക്സ്പ്രസ് ഉണ്ടായിരുന്നു. അതെല്ലാം കംപ്ലീറ്റ് പൂട്ടിപ്പോയി. ഇനി അടുത്ത് അവിടെ ഒരു ഹെൽത്ത് കെയർ ക്ലിനിക്ക് വരുന്നുണ്ട്, പണി നടന്നത് ഹെൽത്ത് കെയർ ക്ലിനിക്ക് വരുന്ന തൊട്ടടുത്ത്. ഇവിടെ നിന്ന് യൂട്ടേൺ അടിച്ച് പോണത് നമ്മുടെ വീട്ടിലേക്കാണ്. നമ്മുടെ വീട്ടിലോട്ടെത്തി. അവിടെ ഒരു വണ്ടി ഇങ്ങനെ ഉറങ്ങി വന്നുകൊണ്ടിരിക്കുക. അതാണ് ഞാൻ രാവിലെ കാണിച്ച സ്ഥലം, എൻ്റെ വീട്ടിൻ്റെ അവിടെ എൻട്രൻസ്.
ഓഫീസിലോട്ട് പാർക്കിങ്ങിലോട്ട് വണ്ടി കൊണ്ട് കയറ്റുകയാണ്. ഇതാണ് എൻ്റെ റൂമിൻ്റെ വാതിൽ. അങ്ങനെ ചെറുക്കനെ കൊണ്ട് വീട്ടിലാക്കി ഇനി അടുത്ത് മേഡത്തിൻ്റെ വിളിക്കാൻ വരും. മേഡത്തിൻ്റെ ഓഫീസിലോട്ട് പോകാം. അധിക സമയമൊന്നുമില്ല. ചെറുക്കനെ കൊണ്ടാക്കി വന്ന് ടോയ്ലറ്റിൽ പോയി ഇന്ന് പോയിട്ടിറങ്ങി. ആ സമയമുള്ളൂ 4 മണിക്ക്. ഇവിടെ നിന്ന് പോയാൽ 5 മണിക്കെങ്കിലും അവിടെ എത്തുള്ളൂ. വൈകുന്നേരം നല്ല ട്രാഫിക്കാണ്. 5 മണിയൊന്നാവില്ല, 4:45 എത്തും. എന്നാലും നമ്മൾ നേരത്തെ എത്തിയാൽ പാർക്കിങ്ങെങ്കിലും കിട്ടും. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങി. ഇനി നേരെ മേഡത്തിൻ്റെ ഓഫീസിലേക്ക്. ഇതിപ്പോൾ രാവിലെ നിങ്ങൾ കണ്ടില്ലേ, ആ വഴികൾ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ബൈ. മേഡത്തിൻ്റെ ഓഫീസിൻ്റെ അടുത്ത് എത്തിയിട്ട് വീഡിയോ തരാം. കയ്യിൽ ഫോൺ വെച്ച് പിടിച്ച് ഇവിടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ക്ലാരിറ്റി ക്ലിയർ ഉണ്ടാവില്ല വണ്ടി റണ്ണിങ്ങിൽ. അതുകൊണ്ടാണ് വണ്ടി റണ്ണിങ്ങിലധികം വീഡിയോ എടുക്കാത്തത്. അതുമല്ല, ഒരുപാട് ക്യാമറകളുണ്ട്, അതൊക്കെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി മാഡത്തിൻ്റെ ഓഫീസിനടുത്ത് എത്തിയിട്ട് പാർക്കിങ്ങിൻ്റെ അടുത്തെത്തിയിട്ട് ഞാൻ വീഡിയോ എടുക്കാം. ബൈ. നമ്മളവിടെ നിന്ന് നെഹ്റു കോളേജിൻ്റെ അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് നേരെ വന്ന് റിംഗ് റോഡ് കയറാതെ നേരെ വന്നിട്ട് എക്സിറ്റ് 10 അബ്ദുള്ള റോഡ് കയറി വന്നിട്ട് അവിടെ നിന്ന് അബ്ദുൽ അസീസ് റോഡിൽ നിന്ന് ലെഫ്റ്റാണ് നമ്മൾ തിരിയാൻ പോകുന്നത്. അടുത്തെത്തി. ഒലയ സ്ട്രീറ്റിൽ അല്ല കാരിയ 2 ബിൽഡിങ്ങിലാണ് മേഡത്തിൻ്റെ ഓഫീസ്. ഇതിപ്പോൾ ഒലയ സ്ട്രീറ്റിൻ്റെ നേരെ പുറകെ വശത്ത് മല്ലക്കാരിയുടെ ബാക്കിൽ പാർക്കിംഗ് ഏരിയയിലോട്ട്. പാർക്കിംഗ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് സൈഡിൽ ഇങ്ങനെ ഡബിളൊക്കെ പാർക്ക് ചെയ്യും. അങ്ങനത്തെ ഒരു ഏരിയയിലോട്ട് വന്ന് കയറി ഇവിടെ എവിടെയെങ്കിലും മേഡം ഇറങ്ങി വരുന്ന ഡോറിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും പാർക്കിംഗ് കിട്ടുമെന്ന് നോക്കണം. കൊണ്ടുപോയി പാർക്ക് ചെയ്യണം. അതാണിനി അടുത്ത പരിപാടി. പ്രാവേ പോകൂ പ്രാവേ. പാർക്കിംഗ് ഇല്ല. ഇനി എവിടെയെങ്കിലും ഡബിൾ അടിച്ച് നിന്നിട്ട് പാർക്കിംഗ് ഒഴിവാകുന്ന സമയത്ത് പാർക്ക് ചെയ്യണം. ഈ ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ് ഇല്ലേ, ഇവിടെ നിന്നാണ് ഇറങ്ങി വരുന്നത് മാഡം. വെളിയിൽ ഇവിടെ എവിടെയെങ്കിലും ഇടണം. ഇതാണ് എൻട്രൻസ്. നിലവിൽ അടുത്ത് പാർക്കിംഗ് ഇല്ല. ഒരു പാർക്കിംഗ് കിട്ടി. ഇവിടെ തൽക്കാലം ഇവിടെ ഇങ്ങോട്ട് കയറ്റാം. ഇതോ കാണുന്ന എൻട്രൻസ് ഇല്ലേ, നോ എൻട്രി ബോർഡുള്ള, ഇവിടെ നിന്നാണ് മേഡം ഇറങ്ങി വരുന്നത്. പാർക്കിംഗ് കിട്ടിയിരിക്കുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇവിടെ എവിടെയെങ്കിലും പാർക്കിംഗ് ഉണ്ടോ നോക്കണം. മേഡത്തിനെ എടുത്ത് വീട്ടിൽ കൊണ്ടാക്കി ഫുഡ് കഴിച്ചു. എന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യത്തെ വീഡിയോ അല്ലേ, ലോങ് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എഡിറ്റിംഗ് ഏതാണ്ട് പൂർത്തിയായി. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. പിന്നെ ആദ്യത്തെ വീഡിയോ ആണ്, ലോങ് വീഡിയോ ആണ്. ഇതിൽ ഒരുപാട് പോരായ്മകളെല്ലാം ഉണ്ടാവും. അതെല്ലാം വഴിയെ നമുക്ക് എല്ലാം ക്ലിയർ ചെയ്യാം. എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.